നിയമങ്ങൾ അനുസരിച്ച് കഴിയുന്നവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഗിരീഷേട്ടാ. നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും ഇല്ലാതാക്കി നോക്കുക ആ തേവക്കെട്ടാര്. ന്യായമായ രീതിയിൽ ദേവി പുറത്തിറക്കി കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അകത്തേക്ക് കയറി ദേവികയെ പിടിച്ചിറക്കി കൊണ്ടുപോവാന്ന? എടാ, നീ പറഞ്ഞ പോലെ നമ്മളെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കാൻ നോക്കുക തേവക്കാട്ടുകാർ. അപ്പൊ നമ്മളായിട്ട് എന്നൊരു കാരണം ഉണ്ടാക്കി കൊടുക്കരുത്. സമാധാനായിട്ടിരിക്കേ, ഒരു വഴി തെളിയും. ഹലോ ബ്രദർ. എന്ത് പറ്റി പോലീസ് സ്റ്റേഷനിലൊക്കെ? അളിയനുണ്ടായിരുന്നോ? ഓ, ഞാൻ അറിഞ്ഞു. എന്റെ നാത്തൂനുള്ളിലുണ്ടല്ലേ. കഷ്ടായിപ്പോയി. നമുക്ക് അവളെ പുറത്തിറക്കണ്ടേ ബ്രോ? എന്നാലും ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൂടി അവളെ കണ്ടതാ. ജയിലിൽ പോയി അച്ഛനെ കണ്ടിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് സന്തോഷത്തോടെ പിരിഞ്ഞതാ. ഇപ്പൊ കേൾക്കുന്നു അറസ്റ്റിലാണെന്ന്. നിർത്താനോ? തുടങ്ങിയിട്ടേ ഉള്ളടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? ഗുണ്ടകളെ അയച്ച് എന്നെ അങ്ങ് തീർത്ത് കളയാന്നോ? ഞാൻ തനൂജയാടാ. അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ല. നിന്നെയൊക്കെ തീർത്തിട്ട് ഞാൻ കണ്ണടയ്ക്കും. മുലപ്പാല് കുടിച്ചല്ലടാ ഞാൻ വളർന്നത്. താരാട്ട് കേട്ടു അല്ല ഉറങ്ങിയത്. എന്ന് വെച്ചാ അമ്മയുടെ അച്ഛന്റെയും തണല് കിട്ടിയിട്ടില്ല. വെയിലത്ത് വളർന്നതിന്റെ ബലം ഉണ്ടടാ എനിക്ക്. അതുകൊണ്ട് തന്നെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട കാര്യമില്ല. തനുജ, എന്താ അളിയ? അതെ, മുലപ്പാല് കുടിക്കാതെ വളർന്നതിനും താരാട്ട് കേൾക്കാതെ ഉറങ്ങിയതിനും പാവം ചന്ദ്രോത്തുകാരെന്ത് പഴിച്ചു? ചന്ദ്രോത്തുകാരെന്ത് പഴിച്ചുന്നോ? അവിടെയുള്ളൊരു മഹാൻ ഒരു പെണ്ണിനെ പഴിപ്പിച്ചതിന്റെ ബാക്കി കഥയാ സഹോദര ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന. പിഴച്ചത് അയാൾക്ക്, എന്റെ അച്ഛന്, ആ സിദ്ധാർത്ഥന്. ആ പിഴവിന് കുടുംബം മുഴുവൻ പരിഹാരം ചെയ്തേ പറ്റൂ. എന്റെ അച്ഛൻ നിന്നെ എന്ത് ചെയ്തടി? പോലീസ് സ്റ്റേഷനാ, നീ ഒന്ന് വെറുതെ ഇരുന്നേ. തടയണ്ടേട്ടാ, അവനെ വിട്ടേക്ക്. ഇവിടെ വെച്ച് അവൻ എന്നെ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. കുറച്ചു നേരത്തെ എന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യ നിന്റെ അമ്മ കാല് പിടിക്കാൻ വന്നു തേവക്കാട്ട്. ആട്ടി ഓടിച്ചിട്ടുണ്ട്. ചിലര് കുരച്ചു ചാടുന്നത് കാണുമ്പോ കരുതും നമ്മളെ അങ്ങ് കടിച്ച് തിന്നു കളയുന്നു. പക്ഷെ പിന്നീട് വാലുവാട്ടി കാൽച്ചൂട്ടി കിടന്ന് കറങ്ങും. അതുപോലെ ചന്ദ്രോത്തെ ഓരോരുത്തരെയായിട്ട് തേവക്കാട്ടെ വീട്ടുപടിക്കൽ ഞാൻ വരുത്തും. നീ നിന്റെ ത്യാഗരാജന് വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലടി. എന്നാലും നെഞ്ചു പൊട്ടി നിൽക്കുമ്പോഴും കോമഡി പറയാനുള്ള ചങ്കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അതെ, അവള് മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ നോക്കുക. ആ കെണിയിൽ നമ്മൾ വീണു പോരുത്. എന്താ അളിയനും അളിയനും കൂടി ഒരു അടക്കം പറച്ചില്? അടക്കം പറച്ചിലല്ലടി, നിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതാ. എന്തായാലും ഒടുക്കത്തെ ആത്മവിശ്വാസ സമ്മതിച്ചിരിക്കുന്നു. വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ച് കൂടും കുടുക്കയും എടുത്തോണ്ട് ഇറങ്ങേണ്ടി വരുമെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഇറങ്ങിയാ പോകാൻ സ്ഥലമില്ല. നോക്കിയപ്പോ പിന്നെ ഉള്ളത് ജയില. ഭക്ഷണവും താമസവും വസ്ത്രവും ഒക്കെ ഫ്രീ. എന്നാ പിന്നെ അങ്ങോട്ട് പോവാനൊരു കാരണം ഉണ്ടാക്കാം. ആ തനൂജയെ ഗുണ്ടകളെ അയച്ച് ആക്രമിക്കാം. അങ്ങനെയല്ലേ അവൾ ആളിനെ അയച്ചത്? അതെ, അങ്ങനെ തന്നെ അയച്ചത്. തനുജ ചെല്ല്. ഞാൻ പോവുക. ഇവനോടൊക്കെ സംസാരിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ എന്റെ നാത്തൂനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പാവം മോള് വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? എന്നാ ഞാൻ ചെല്ലട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.